ഇപ്പോൾ കൊച്ചിയിൽ IBS സോഫ്റ്റ്വെയർ കമ്പനിയുടെ പുതിയ കെട്ടിടം ഉദ്ഘാടനം ചെയ്തുകൊണ്ട് മുഖ്യമന്ത്രി സംസാരിക്കുകയാണ്. തത്സമയം അവരുടെ വിരൽത്തുമ്പിലൂടെ മനസ്സിലാക്കുന്ന നിലയാണ്. ഇതെല്ലാം കാണേണ്ട ഒരു വസ്തുത, ഈ മാറ്റം ക്രമാനുഗതമായി വന്നതാണ്. ക്രമാനുഗതമായി വരുന്ന മാറ്റത്തിന് ഒരു ഘട്ടത്തിൽ ചിലപ്പോൾ കുതിച്ചുചാട്ടമുണ്ടാക്കാം, അതിവേഗതയിലാകാം. പക്ഷേ അനാവശ്യമായി തല്ലിപ്പഴിപ്പിക്കാൻ പുറപ്പെടുന്നു. നമുക്ക് വളരെ വേഗതയിൽ കാര്യങ്ങൾ വെട്ടിപ്പിടിച്ചു വരണം എന്ന മട്ടിൽ പുറപ്പെട്ടാൽ അത് ഗുണകരമായ അവസ്ഥയല്ല ഉണ്ടാക്കുന്നത്. അപ്പോൾ കാലം മാറുകയാണ്. അതിവേഗതയിൽ ഈ മാറ്റം സംഭവിക്കുകയും ചെയ്യും. അതിനു വേണ്ട എല്ലാ തയ്യാറെടുപ്പുകളും നമ്മുടെ ഭാഗത്ത് ഉണ്ടാകേണ്ടതായിട്ടുണ്ട്. ഇന്നത്തെ കാലത്ത് യുവജനങ്ങൾ പൊതുവെ ഇൻഫർമേഷൻ രംഗവുമായി ബന്ധപ്പെട്ട ജോലികളിൽ വലിയ താല്പര്യം പ്രകടിപ്പിക്കുന്നത്. നല്ല രീതിയിൽ ജോലി അവസരങ്ങൾ സൃഷ്ടിക്കാനും നമുക്ക് കഴിയും. അതിനുതകുന്ന സ്ഥാപനങ്ങൾ പുതിയ പുതിയ ആശയങ്ങളുടെ ഭാഗമായി രൂപം കൊള്ളുന്ന നിലയും വരും. ഞാൻ കഴിഞ്ഞൊരു ദിവസം ഒരു പരിപാടിയിൽ പങ്കെടുക്കുകയുണ്ടായി. നമ്മുടെ നാട്ടിൽ തന്നെയാണ്, ഇവിടെ തിരുവനന്തപുരത്ത് തന്നെയാണ്. ആ പരിപാടിയിൽ കണ്ടൊരു കാഴ്ച വിചിത്രമായതാണ്. അവിടെ മുതിർന്നവരെ മലയാളം പഠിപ്പിക്കുക. ഈ ഒരു ചെറുപ്പക്കാരനോ ചെറുപ്പക്കാരിയോ ബസ് കാത്ത് റോഡിൽ നിന്നാൽ ബസ്സിൻ്റെ ബോർഡ് വായിക്കാൻ കഴിയാത്ത അവസ്ഥ നമ്മുടെ കേരളത്തിൻ്റെ വിദ്യാഭ്യാസ രംഗത്ത് വന്നിട്ടുള്ള ഏറ്റവും വലിയ ഒരു ശാപം എന്ന് വേണമെങ്കിൽ പറയാം. നല്ല വിദ്യാഭ്യാസം ഉള്ളവരാണ്, പക്ഷേ ഒരു ബസ്സിൻ്റെ ബോർഡ് വായിക്കാനറിയില്ല. ഒരു ഹർജി അവരുടെ ഒരു ആവശ്യവുമായി ബന്ധപ്പെട്ട് ഒരു സർക്കാർ ഓഫീസിൽ കൊടുക്കണമെങ്കിൽ അതെങ്ങനെയാണ് എഴുതേണ്ടത് എന്ന് അവർക്കറിയില്ല. ആ സ്ഥാപനം നടത്തിയ ഈ പുതിയ സംരംഭത്തിൽ ധാരാളം ആളുകൾ പങ്കെടുക്കുമ്പോൾ മുതിർന്ന ചെറുപ്പക്കാരികൾ തന്നെ ഇതിൻ്റെ ഭാഗമായി നല്ല തോതിൽ പഠിക്കാൻ തയ്യാറാകുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടത്. ഇങ്ങനെ ഒരു വശം വന്നു ചേരുന്നത് അത് പുതിയ വിദ്യാഭ്യാസ രീതിയുടെ ഭാഗമായി സംഭവിക്കുന്നത്. അപ്പം നമ്മുടെ നാടിൻ്റെ തനിമ കൂടി ഉൾക്കൊണ്ടുകൊണ്ട് മറ്റു കാര്യങ്ങളിലേക്ക് നാം പോകും, മറ്റു വളർച്ചയിലേക്ക് നാം പോകും, മറ്റെല്ലാം സ്വായത്തമാക്കാൻ സാധിക്കും. ആ കൂട്ടത്തിൽ നാടിൻ്റെ തനിമ ഉപേക്ഷിക്കുന്ന നിലനിൽപ്പോൾ, മാതൃഭാഷ തന്നെ ഉപേക്ഷിക്കുന്ന നിലനിൽപ്പോൾ അത് പിന്നീട് ഒട്ടേറെ പ്രയാസങ്ങൾ സൃഷ്ടിക്കുന്നുണ്ട് എന്നതാണ് അനുഭവത്തിലൂടെ മനസ്സിലാക്കിക്കൊണ്ട് തിരുത്താൻ ആ സ്ഥാപനം തയ്യാറായി, അതുമായി സഹകരിക്കുന്ന ആളുകൾ തയ്യാറായി. ഇപ്പോൾ പുതിയ ആശയങ്ങളുമായി ബന്ധപ്പെട്ട സംരംഭങ്ങൾ, ആ സംരംഭങ്ങളുടെ കാര്യത്തിൽ സ്റ്റാർട്ടപ്പുകൾ ആരംഭിക്കുന്നതിന് ഈ വർഷം 300 കോടിയോളം രൂപയാണ് സംസ്ഥാന ഗവൺമെൻറ് വകയിരുത്തുന്നത്. ഇത് ഒരു സംശയമില്ല, നമ്മളൊരു ചെറിയ സംസ്ഥാനമാണെങ്കിലും നമ്മുടെ രാജ്യത്തുള്ള മറ്റ് സംസ്ഥാനങ്ങളെയൊക്കെ അപേക്ഷിച്ച് വലിയ തുക തന്നെയാണ് എന്നതിൽ സംശയമേ ഇല്ല. നമ്മുടെ ഈ സ്ഥാപനത്തിൻ്റെ ഉയർച്ച, വളർച്ച ഇനിയും നല്ല രീതിയിൽ ഉണ്ടാകട്ടെ എന്ന് ഈ ഘട്ടത്തിൽ
ആശംസിക്കുന്നു. With great happiness, I inaugurate the launch ceremony of IBS Cochin campus. മുഖ്യമന്ത്രി കൊച്ചിയിൽ സംസാരിക്കുകയായിരുന്നു. തത്സമയ ദൃശ്യങ്ങളാണ് IBS സോഫ്റ്റ്വെയർ കമ്പനിയുടെ പുതിയ കെട്ടിടം ഉദ്ഘാടനം ചെയ്തുകൊണ്ടുള്ള തത്സമയ ദൃശ്യങ്ങളാണ് കണ്ടത്.